തന്റെ കരിയറിൽ റിലീസായ രണ്ടാമത്തെ സിനിമയിലൂടെ തന്നെ മുൻനിര ആക്ഷൻ ഹീറോ ആയി മാറിയെന്നാണ്. പിന്നീട് നിരവധി അനവധി ബ്ലോക്ക് ബസ്റ്ററുകൾ ചെയ്ത് സൂര്യയ്ക്കും വിജയ്ക്കും ഒപ്പം തന്നെ ടോപ്പ് ലീഗിലേക്ക് മാറി നടക്കും. എന്നാൽ പിന്നീട് തുടരെയുള്ള മോശം സ്ക്രിപ്റ്റ് സെലക്ഷൻ കാരണം അദ്ദേഹത്തിന്റെ കരിയർ തന്നെ ഡൗൺ ആയിപ്പോയി. എന്നാൽ ഇന്നും വിശാൽ എന്ന് കേൾക്കുമ്പോൾ ഒരു ആക്ഷൻ ഹീറോ ഇമേജ് നമ്മുടെ മനസ്സിലേക്ക് വരാറുണ്ട്. എന്നാൽ വിശാലിന്റെ റീസെന്റ് ആയിട്ട് നടന്ന ഒരു ചടങ്ങിലെ അദ്ദേഹത്തിന്റെ ഹെൽത്ത് ഒക്കെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോയി കാണാം. ഒരു കാലത്ത് വലിയൊരു ആക്ഷൻ ഹീറോ ആയിരുന്ന വിശാലിന്റെ ഈ വലിയൊരു ഡൗൺഫാള് നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. എന്തായാലും അങ്ങനെയുള്ള വിശാലിന്റെ കരിയറിന്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് ഇന്ന് ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ സമയം ഒട്ടും കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിശാലിന്റെ സിനിമ ഏതാണെന്ന് കമന്റ് ഇട്ടേക്കുക. ഇതുകൂടാതെ ഇപ്പോൾ റിലീസായ മദഗജരാജ എന്ന സിനിമയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൂടി എന്ന് പറയണേ. എനിക്കൊരു കഴിഞ്ഞ കാലമുണ്ട്, ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു കാലം. സിനിമ ഫാക്ട്സ് മലയാളം സിനിമയെക്കുറിച്ച് എന്തും ചർച്ച ചെയ്യപ്പെടും. വിശാലിന്റെ ഫിലിം കരിയർ തുടങ്ങുന്നത് 2004 2004 റിലീസായ ചെല്ലമേ എന്ന സിനിമയായിരുന്നു വിശാൽ സിനിമാ ജീവിതം തുടങ്ങിയ ആദ്യ സിനിമ. ഈ സിനിമയിൽ ഭാരത്, റീമാസൻ, വിശാൽ എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങൾ. ഈ സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ വിശാലിനേക്കാൾ ഇമ്പോർട്ടൻസ് ഉള്ള കഥാപാത്രം ചെയ്തത് ഭാരതായിരുന്നു. ഭാരത് ചെയ്ത ആ നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടറിനെ ബേസ് ചെയ്തായിരുന്നു സിനിമയുടെ പോക്ക് തന്നെ. എന്തായാലും ഈ സിനിമ വൻ വിജയമാക്കാൻ വിശാലിനെ കൊണ്ട് അന്ന് സാധിച്ചു. പിന്നീട് 2004 2 സിനിമ റിലീസായി. ഇവയിൽ ആദ്യ സിനിമ ലിംഗുസ്വാമി സംവിധാനം ചെയ്ത സണ്ടക്കോടി എന്ന സിനിമയായിരുന്നു. ആക്ച്വലി വിജയ്ക്ക് വേണ്ടി എഴുതിയ കഥയായിരുന്നു സണ്ടക്കോഴിയുടേത്. പിന്നീട് സൂര്യയിലേക്കും ഈ കഥ എത്തിയിരുന്നു. എന്നാൽ സിനിമയുടെ സെക്കൻഡ് ഹാഫ് മുതൽ സിനിമയുടെ നായക പരിവേഷമുള്ള ക്യാരക്ടർ നായകന്റെ അച്ഛനാണ് ലഭിക്കുന്നത്. ആ ക്യാരക്ടർ ചെയ്തത് രാജ്കിരൺ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ കമ്മിറ്റ് ആവാൻ പല യുവതാരങ്ങളും മടിച്ചിരുന്നു. അങ്ങനെ ഈ സിനിമ അവസാനം എത്തിയത് വിശാലിലേക്കായിരുന്നു. വിശാലിന്റെ കരിയറിലെ തന്നെ വലിയൊരു മികച്ച വേഷമായി ഈ സിനിമ മാറുകയും ചെയ്തു. നീ അടിച്ചത് യാർ തെരിയുമാ? കാശി നിന്നെ കൊണ്ടുവിടുവാൻ ഓടിയിട്ട്. ഈ സിനിമയിൽ ലാല് ചെയ്ത വില്ലൻ കഥാപാത്രവും ഏറെ ശ്രദ്ധ നേടിയെടുത്ത ഒന്നാണ്. പിന്നീട് 2005 തന്നെ ഡിഷും എന്ന ജീവനായകനായ ചിത്രത്തിൽ ഒരു ക്യാമിയോ റോളും വിശാൽ വന്നിരുന്നു. പിന്നീട് 2006 2 സിനിമ റിലീസായി. ഇവയിൽ ആദ്യ സിനിമ തിമിരി എന്ന സിനിമയായിരുന്നു. തരുൺ ഗോപി സംവിധാനം ചെയ്ത് വിശാൽ, റീമാസൻ, ശ്രിയ റെഡ്ഡി തുടങ്ങിയവരായിരുന്നു സിനിമയിൽ പ്രധാന കഥാപാത്രം. അതുവരെ ഉണ്ടായിരുന്ന നായകൻ വില്ലൻ എന്ന ഒരു കോമ്പിനേഷൻ മാറ്റി നായകൻ ഓപ്പോസിറ്റായി നെഗറ്റീവ് ഷെയ്ഡിൽ ഒരു സ്ത്രീ കഥാപാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ നായകന് മേലെ തന്നെ നിൽക്കുന്ന ഒരു വില്ലൻ വേഷമായിരുന്നു ശ്രിയ റെഡ്ഡി ചെയ്തു. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ നിന്ന് വലിയ വിജയമായി മാറി. പിന്നീട് ശിവപ്രതികാരം എന്നൊരു മാസ് ആക്ഷൻ സിനിമയും വിശാലിന്റേതായി റിലീസായിരുന്നു. ഈ സിനിമ എന്നാൽ ബോക്സ് ഓഫീസിൽ അത്ര വലിയ വിജയമായി മാറിയില്ലെങ്കിലും സിനിമയ്ക്ക് ഭേദപ്പെട്ട കളക്ഷൻ ലഭിക്കുകയുണ്ടായി. പിന്നീട് 2000 റിലീസായ ആദ്യ സിനിമയായിരുന്നു താമരഭരണി. തമിഴ് സിനിമ ഇൻഡസ്ട്രിയുടെ തന്നെ വൻ ആക്ഷൻ എന്റർടൈനർ ഡയറക്ടറായ ഹരി സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ഇതേ താമരഭരണി. വിശാലിന്റെ കരിയറിൽ സണ്ടക്കോഴിക്ക് ശേഷം വന്ന ഏറ്റവും വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് കൂടിയായിരുന്നു ഇതേ താമരഭരണി എന്ന സിനിമ. സിനിമയിൽ യുവൻ ശങ്കർ രാജ് ചെയ്ത സോങ്ങുകളും വൻ ട്രെൻഡ് സെറ്ററായി മാറി. വിശാൽ, പ്രഭു, മുക്ത തുടങ്ങിയവരായിരുന്നു സിനിമയിലെ പ്രധാന കഥാപാത്രം. വിശാലിന്റെ കരിയറിൽ തന്നെ മികച്ചൊരു ആക്ഷൻ സിനിമയായി ഈ സിനിമ മാറി. പിന്നീട് അതേ വർഷം തന്നെ മലക്കോട്ടൈ എന്നൊരു സിനിമ റിലീസായി. ഭൂപതി പാണ്ഡ്യൻ സംവിധാനം ചെയ്ത് വിശാൽ, പ്രിയാമണി എന്നിവരായിരുന്നു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമയിലെ മണി ശർമ്മ കമ്പോസ് ചെയ്ത സോങ്
സോങ്ങുകളും വൻ ഹിറ്റായി മാറി. പിന്നീട് 2008 റിലീസായ സിനിമയായിരുന്നു സത്യം. ഈ സിനിമ തെലുങ്കിലും തമിഴിലും ഒരേ സമയം റിലീസായ സിനിമ കൂടിയായിരുന്നു. AR രാജശേഖർ സംവിധാനം ചെയ്ത് വിശാൽ, നയൻതാര, ഉപേന്ദ്ര തുടങ്ങിയവരാണ് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ. വിശാൽ ഒരു പോലീസ് വേഷത്തിലായിരുന്നു ഈ സിനിമയിൽ എത്തിയത്. ആക്ഷനും പ്രാധാന്യം നൽകിയ ഈ സിനിമയും ഏകദേശം ബോക്സ് ഓഫീസിൽ വൻ വിജയമായി മാറിയ ഒന്നായിരുന്നു. പിന്നീട് റിലീസായ തൊരണൈ എന്ന 2009 സിനിമയും തെലുങ്കിലും തമിഴിലും ഒരേ സമയം റിലീസായ സിനിമയായിരുന്നു. വിശാൽ, ശ്രേയാ ശരൺ, പ്രകാശ് രാജ് തുടങ്ങിയവരായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ ചെയ്തത്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ താരതമ്യേന ഒരു വിജയമാക്കാൻ വിശാലിനെ കൊണ്ട് സാധിച്ചിരുന്നു. പിന്നീട് 2010 റിലീസായ സിനിമയായിരുന്നു തീരാത വിളയാട്ടു പിള്ളൈ. തിരു സംവിധാനം ചെയ്ത് വിശാൽ, തനുശ്രീ, നീതു ചന്ദ്ര തുടങ്ങിയവരായിരുന്നു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ. അതുവരെ ഉണ്ടായിരുന്ന ആക്ഷൻ ഓറിയന്റഡ് സിനിമകളിൽ നിന്ന് മാറി ഒരു റൊമാൻറ്റിക് കോമഡി എന്റർടൈനർ ആയിരുന്നു വിശാൽ ഈ സിനിമയിൽ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ വിശാൽ ഒരു പ്ലേ ബോയ് മൈൻഡിലുള്ള ഒരു കഥാപാത്രമൊക്കെ ആയിരുന്നു. എന്തായാലും ഈ സിനിമ അത്യാവശ്യം നല്ല രീതിയിൽ കോമഡി എല്ലാം വർക്കൗട്ട് ആയ സിനിമയായിരുന്നു. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ നല്ലൊരു വിജയമാക്കാൻ വിശാലിനെ കൊണ്ട് സാധിച്ചു. ഈ സിനിമയിൽ യുവാൻ ശങ്കർ രാജ് ചെയ്ത മ്യൂസിക്കും അത്യാവശ്യം നല്ല ഒന്ന് തന്നെയായിരുന്നു. പിന്നീട് 2015 റിലീസായ സിനിമയായിരുന്നു പവൻ ഇവൻ. ബാല സംവിധാനം ചെയ്ത് വിശാൽ, ആര്യ എന്നിവരായിരുന്നു സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ ചെയ്തത്. ആക്ഷനും കോമഡിക്കും ഒന്നും പ്രാധാന്യം നൽകാതെ ഒരു ഇമോഷണൽ ഡ്രാമയായിരുന്നു ഈ സിനിമ. ഈ സിനിമയ്ക്ക് വേണ്ടി വിശാൽ അദ്ദേഹത്തിന്റെ മാക്സിമം എഫർട്ട് പുറത്തിട്ടിരുന്നു. ഈ സിനിമയ്ക്ക് വേണ്ടി തന്റെ കണ്ണുകൾക്ക് സ്ട്രെസ് കൊടുത്ത് കണ്ടിന്യൂസ് ആയി ഉറക്കമില്ലാതെ പോലും അദ്ദേഹം ജീവിച്ചിരുന്നു എന്ന് പറച്ചിലുണ്ട്. എന്തായാലും ഈ സിനിമ ബോക്സ് ഓഫീസിലും നല്ല വിജയമായി. ഇതുകൂടാതെ വിശാലിന്റെ ക്യാരക്ടറും ഏറെ ശ്രദ്ധ നേടിയെടുത്ത ഒന്നായിരുന്നു. വിശാലിലെ ഒരു നടനെ കൂടി കാണിച്ചു തന്നൊരു സിനിമയായിരുന്നു ഇതേ സിനിമ തന്നെ. പിന്നീട് 2011 വെടി എന്നൊരു സിനിമ റിലീസായി. പ്രഭുദേവയായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. വിശാൽ, സമീർ റെഡ്ഡി, പൂനം ഗൗർ തുടങ്ങിയവരായിരുന്നു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ. എന്നാൽ ഈ സിനിമയൊക്കെ ബോക്സ് ഓഫീസിൽ അത്യാവശ്യം ഫ്ലോപ്പ് ആയ ഒരു സിനിമയായിരുന്നു. തെലുങ്കിൽ റിലീസായ സൗര്യം എന്നൊരു സിനിമയുടെ ഒരു തമിഴ് റീമേക്ക് ആയിരുന്നു ഈ ചിത്രം. വിശാൽ ഇതിനുശേഷം ചെയ്ത പല സിനിമകളും ഇതേപോലെ റീമേക്ക് റൈറ്റ്സ് വാങ്ങി ചെയ്ത സിനിമകളായിരുന്നു. போலீஸ்காரன்னா லெஃப்ட் ரைட்டுன்னு பரேட்ல சல்யூட் அடிக்கிறவன் மட்டும் கிடையாது. எது ரைட்டு எது ராங்குன்னு தெரிஞ்சவன் தான். 2013 റിലീസായ ആദ്യ സിനിമ സമർ എന്നൊരു സിനിമയായിരുന്നു. തിരു സംവിധാനം ചെയ്ത് വിശാൽ, തൃഷ തുടങ്ങിയവരായിരുന്നു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ. അവൻ ഒരുത്തയില്ലടാ, യുവാൻ ശങ്കർ രാജ് ചെയ്ത മ്യൂസിക് മാത്രമായിരുന്നു ഈ സിനിമയിൽ എടുത്തു പറയാവുന്ന ഒരു കണ്ടന്റ് ആയിരുന്നത്. സിനിമ ബോക്സ് ഓഫീസിൽ അത്ര വലിയൊരു വിജയമായ സിനിമയായിരുന്നില്ല. പിന്നീട് അതേ വർഷം തന്നെ തീയ വേലൈ തെയ്യും കുമാർ എന്നൊരു സിനിമയിൽ ക്യാമിയോ റോളും നമ്മൾ വിശാലിനെ കണ്ടിട്ടുണ്ട്. പിന്നീട് പട്ടത്ത് യാനൈ എന്നൊരു സിനിമ റിലീസായി. ഭൂപതി പാണ്ഡ്യൻ സംവിധാനം ചെയ്ത് വിശാൽ, ഐശ്വര്യ അർജുൻ എന്നിവരായിരുന്നു സിനിമയിലെ പ്രധാന കഥാപാത്രം. എന്നാൽ ഈ സിനിമ ബോക്സ് ഓഫീസിൽ വലിയൊരു ഫ്ലോപ്പായാണ് മാറിയത്. വിശാലിന്റെ ചില ആക്ഷൻ സീനുകൾ മാത്രമായിരുന്നു സിനിമയിലെ ഏക പോസിറ്റീവ്. പിന്നീട് പാണ്ഡ്യനാട് എന്നൊരു സിനിമ റിലീസായി. സുധീന്ദ്രൻ സംവിധാനം ചെയ്ത് വിശാൽ, ഭാരതി രാജ, ലക്ഷ്മി മേനോൻ തുടങ്ങിയവരായിരുന്നു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഒരു വലിയ വിജയമൊന്നും ആയില്ലെങ്കിൽ പോലും സിനിമയിലെ ഗാനങ്ങൾ ഏറെ ശ്രദ്ധ നേടിയെടുത്ത ഒന്നാണ്. ഡി ഇമ്മനായിരുന്നു സിനിമ സംവിധാനവും ചെയ്തത്. ഈ സിനിമ പിന്നീട് കന്നഡയിലേക്കും റീമേക്ക് ചെയ്തിരുന്നു. എന്തായാലും ഈ സിനിമയൊന്നും ബോക്സ് ഓഫീസിൽ അത്ര വിജയമായ ഒന്നായിരുന്നില്ല. പിന്നീട് 2016 റിലീസായ ആദ്യ സിനിമയായിരുന്നു ഞാൻ സികപ്പ് മനിത. തിരു സംവിധാനം ചെയ്ത് വിശാൽ, ലക്ഷ്മി മേനോൻ എന്നിവരായിരുന്നു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ. നർക്കോലാപ്സി എന്ന ഒരു രോഗം അഫക്ട് ചെയ്യുന്ന ഒരു യുവാവിന്റെ കഥയായിരുന്നു ഈ സിനിമയിൽ ഉണ്ടായിരുന്നത്. ഈ സിനിമയിലെ ഇന്ദ്രൻ എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധ നേടിയെടുത്ത ഒന്നായിരുന്നു. എന്നാൽ സിനിമ ബോക്സ് ഓഫീസിൽ വിജയമായ ഒന്നായിരുന്നില്ല. പിന്നീട് 2014 റിലീസായ സിനിമയായിരുന്നു കഥൈ തിരക്കഥി വസനം ഇയക്കം. ഈ സിനിമയിൽ ഒരു ക്യാമിയോ റോളാണ് ശരിക്കും പറഞ്ഞാൽ ഇതേ വിശാൽ എത്തിയത്. പാർത്ഥിപനായിരുന്നു സിനിമ സംവിധാനം ചെയ്തത്. പിന്നീട് 2014 റിലീസായ സിനിമയായിരുന്നു പൂജ. ഹരി എന്ന മാസ് കൊമേഴ്ഷ്യൽ സംവിധായകൻ ചെയ്ത ഈ സിനിമയിൽ വിശാൽ, ശ്രുതി ഹാസൻ, സത്യരാജ് തുടങ്ങി വലിയൊരു താരനിരയും ഉണ്ടായിരുന്നു.
എടുത്തു പറയാനായി അത്ര മികച്ച ഒരു കഥയായിരുന്നില്ല എന്നതുകൊണ്ടായിരിക്കാം ഈ സിനിമ ബോക്സ് ഓഫീസിൽ വലിയ വിജയമാകാതിരുന്നത്. എന്നാൽ ഈ സിനിമയിലെയും വിശാലിന്റെ ആക്ഷൻ സീനുകളെല്ലാം ഇന്നും കോരിത്തെരിപ്പിക്കുന്ന ഒന്നായിരുന്നു. പിന്നീട് 2015 റിലീസായ ആദ്യ സിനിമയായിരുന്നു ആമ്പളൻ. സുന്ദർ സി സംവിധാനം ചെയ്ത് വിശാൽ, ഹൻസിക, പ്രഭു, വൈഭവ്, സന്താനം തുടങ്ങി ഒരുപാട് താരങ്ങളെ അണിനിരത്തിയ സിനിമയായിരുന്നു ഈ സിനിമ. ഈ സിനിമയിലെ ഹിപ്പ് ഹോപ്പ് തമിഴ് ചെയ്ത ഗാനങ്ങളെല്ലാം വലിയ ട്രെൻഡ് സെറ്റർ ആയി. ഈ സിനിമയിലെ വിശാലിന്റെ എൻട്രി സീനൊക്കെ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ട്രോൾ മെറ്റീരിയൽ ആണെങ്കിൽ പോലും അന്ന് നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്ത ഒന്നായിരുന്നു ഈ സിനിമ. പിന്നീട് 2015 റിലീസായ മറ്റൊരു സിനിമയായിരുന്നു പായുംപുലി. സുശീന്ദ്രൻ സംവിധാനം ചെയ്ത് വിശാൽ പോലീസ് വേഷത്തിലായിരുന്നു ഈ സിനിമയിൽ എത്തിയത്. വിശാൽ, കാജൽ അഗർവാൾ, സൂരി തുടങ്ങിയവരായിരുന്നു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ വലിയൊരു വിജയമായി മാറിയ ഒന്നായിരുന്നില്ല. പിന്നീട് 2016 റിലീസായ മറ്റൊരു സിനിമയായിരുന്നു കഥകളി. പാണ്ഡ്യരാജ് ആയിരുന്നു സിനിമ സംവിധാനം ചെയ്തത്. വിശാൽ, കാതറിൻ തെരേസ എന്നിവരായിരുന്നു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ വിജയമായില്ലെങ്കിൽ ഹിപ്പ് ഹോപ്പ് തമിഴയുടെ ഗാനങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു എന്ന് മാത്രമേ ഒരു പോസിറ്റീവായി പറയാനുള്ളൂ. പിന്നീട് 2016 റിലീസായ സിനിമയായിരുന്നു മരുത്. വിശാൽ, സൂരി, ശ്രീദിവ്യ തുടങ്ങിയവരായിരുന്നു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഒരു ആക്ഷൻ ഓറിയന്റഡ് സിനിമയ്ക്ക് പകരം ഒരു ആക്ഷൻ ഡ്രാമ സിനിമയായിരുന്നു. ഈ സിനിമയിലും വിശാലിന്റെ മികച്ചൊരു പ്രകടനം നമ്മൾ കണ്ടിരുന്നു. എന്നാൽ ബോക്സ് ഓഫീസിൽ ഈ സിനിമ വലിയൊരു വിജയമായി മാറിയില്ല. പിന്നീട് കത്തി സണ്ടൈ എന്നൊരു സിനിമ കൂടി വിശാലിന്റേതായി റിലീസായി. സുരാജ് സംവിധാനം ചെയ്ത് വിശാൽ, തമന്ന, ജഗപതി ബാബു തുടങ്ങിയവരായിരുന്നു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ. തമന്നയുടേതായ കുറച്ച് ഗ്ലാമർ സീനുകളും ഗ്ലാമർ സോങ്ങുകളും ഉണ്ടായിരുന്നു എന്നല്ലാതെ മറ്റൊരു പ്രത്യേകതയും ഈ സിനിമയ്ക്കില്ലായിരുന്നു. പിന്നീട് 2015 വിശാലിന്റെ കരിയറിലെ മികച്ചൊരു സിനിമയാണ് റിലീസായത്. 2015 റിലീസായ മിസ്കിൻ സംവിധാനം ചെയ്ത് വിശാൽ, പ്രസന്ന, വിനയറായ് തുടങ്ങിയവർ അഭിനയിച്ച ഉപ്പരിവാണ് റിലീസായി. നീ പാക്കറ நான் தேடுறேன். ഒരു ആക്ഷൻ ത്രില്ലറായി ഇറങ്ങിയ ഈ സിനിമയ്ക്ക് അത്ര വലിയ ഹൈപ്പ് ഒന്നും ഇല്ലായിരുന്നില്ലെങ്കിലും സിനിമ തിയേറ്ററിൽ പോയി കണ്ടവർക്ക് വലിയൊരു ട്രീറ്റ് ആയിരുന്നു. அந்த டிடெக்டிவ பார்த்தாவே எனக்கு பிடிக்கல. அவன் தொப்பியும் கண்ணாடி போட்டுட்டு என் முன்னாடியே வந்து நிக்க. സുപരിവാൾ എന്ന സിനിമയുടെ രണ്ടാം ഭാഗം ഒരുപക്ഷെ റിലീസായാൽ വിശാലിന്റെ കരിയറിലെ തന്നെ ഏറ്റവും ഹൈപ്പ് ഉണ്ടാവുന്ന സിനിമയായും അത് മാറും. സെക്കൻഡ് പാർട്ടിന് ലീഡ് കൊടുത്താണ് ഈ സിനിമ എൻഡ് ജയിപ്പിക്കുന്നത് പോലും. എന്നാലും ഈ സിനിമയെ കുറിച്ചുള്ള പിന്നീടുള്ള അപ്ഡേറ്റുകളൊന്നും വന്നില്ല. വിശാലിന്റെ കരിയറിലെ വലിയൊരു മികച്ച വേഷമായി ഈ ക്യാരക്ടറിനെ ഇന്നും പറയപ്പെടുന്നു. പിന്നീട് ഒരു മലയാള സിനിമയാണ് റിലീസായത്. വില്ലൻ എന്ന ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത മോഹൻലാൽ സിനിമയിലെ ഡോക്ടർ ശക്തിവേൽ പളനിസ്വാമി എന്നൊരു ക്യാരക്ടറായിരുന്നു വിശാൽ ചെയ്തത്. വിശാലിനൊപ്പം ഹൻസികയും ഈ സിനിമയിൽ പ്രധാന വേഷം ചെയ്തിരുന്നു. ഈ ക്യാരക്ടർ ശരിക്കും പൃഥ്വിരാജിന് വേണ്ടി എഴുതിയ ഒരു ക്യാരക്ടറായിരുന്നു. എന്നാൽ ഈ സിനിമയിൽ വിശാൽ അഭിനയിച്ച് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഒരു നല്ല ഓളവും സൃഷ്ടിച്ചെടുത്തു. പിന്നീട് വിശാലിന്റെ കരിയറിലെ മികച്ചൊരു സിനിമയായിരുന്നു റിലീസായത്. അതാണ് 2012 റിലീസായ ഇരുമ്പുതിരൈ. PS മിത്രൻ സംവിധാനം ചെയ്ത് വിശാൽ, അർജുൻ സാറിയ തുടങ്ങിയവരായിരുന്നു സിനിമയിലെ പ്രധാന കഥാപാത്രം. സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ നായകന് മേലെ വില്ലൻ സ്കോർ ചെയ്ത മറ്റൊരു സിനിമയാണ് ഇത് എന്നും കൂടി നമുക്ക് പറയാം. കാരണം ഈ സിനിമയിൽ നായകനായ വിശാലിനേക്കാൾ കൂടുതൽ ഏറ്റവും അധികം സ്കോർ ചെയ്തത് അർജുൻ ചെയ്ത വൈറ്റ് ഡെവിൾ എന്ന ക്യാരക്ടർ. ഈ സിനിമ ബോക്സ് ഓഫീസിൽ അന്ന് വൻ വിജയമായി മാറിയ സിനിമ കൂടിയായിരുന്നു. പിന്നീട് 2018 തന്നെ റിലീസായ മറ്റൊരു സിനിമയായിരുന്നു സണ്ടൈക്കോഴി 2. ലിംഗുസ്വാമി സംവിധാനം ചെയ്ത് വർഷങ്ങൾക്ക് മുന്നേ റിലീസായ സണ്ടൈക്കോഴി എന്ന സിനിമയുടെ ഒരു സ്റ്റാൻഡേർഡ് സീക്വലായിരുന്നു ഈ ചിത്രം. ഈ സിനിമയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. ഈ സിനിമ വിശാലിന്റെ കരിയറിലെ 25ാമത്തെ സിനിമ കൂടിയായിരുന്നു. സണ്ടൈക്കോഴി എന്ന സിനിമയിലെ അതേ കഥാപാത്രങ്ങളെല്ലാം നമുക്ക് ഈ സിനിമയിൽ കാണാമെങ്കിലും ഈ സിനിമ വിജയമാക്കാൻ വിശാലിനെ കൊണ്ട് സാധിച്ചില്ല. വിശാലിന്റെ എന്നല്ല, തമിഴ് സിനിമ ഇൻഡസ്ട്രിയുടെ തന്നെ ഏറ്റവും മോശം സീക്വലുകളൊന്നായി ഈ സിനിമ മാറുകയുണ്ടായി. പിന്നീട് 2019 റിലീസായ സിനിമയായിരുന്നു അയോഗ്യ. തെലുങ്കിൽ റിലീസായ ജൂനിയർ NTRന്റെ ടെമ്പർ എന്ന സിനിമയുടെ ഡയറക്റ്റ് തമിഴ് റീമേക്ക് ആയിരുന്നു ഇതേ ചിത്രം. 6 கோடி இடம் முக்கியமா இல்ல உங்க பேத்தி உயிர் முக்கியமா? വെങ്കട് മോഹൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ വിശാൽ നായകനായി വന്നപ്പോൾ വിശാലിനൊപ്പം രാശി ഖന്നയും പാർത്ഥിവനും പ്രധാന കഥാപാത്രങ്ങൾ ചെയ്തിരുന്നു. சார், ஒரு பொண்ணை பார்த்த உடனே அவளை தூக்கிட்டு போய் ரேப் பண்ணக்கூடிய தைரியம் எங்களுக்கு இருக்கு. உங்களால எங்களுக்கு இப்பவே உடனே தண்டனை கொடுக்க முடியும்.
സാംസിയസിന്റെ മ്യൂസിക്കും സിനിമയ്ക്ക് മറ്റൊരു ആകർഷണമായിരുന്നു. ഈ സിനിമ എന്നാൽ ടെമ്പറിന്റെ ഒറിജിനൽ റീമേക്ക് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ക്ലൈമാക്സ് ഒക്കെ അത്യാവശ്യം ചേഞ്ച് വരുത്തിയാണ് ഈ സിനിമ റിലീസിന് വന്നത്. പിന്നീട് 2019 റിലീസായ സിനിമയായിരുന്നു ആക്ഷൻ. സുന്ദർ സി സംവിധാനം ചെയ്ത് വിശാൽ, തമന്ന തുടങ്ങിയവരായിരുന്നു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ. ആക്ച്വലി വിജയ്ക്ക് വേണ്ടി ആദ്യം തയ്യാറാക്കിയ സിനിമയായിരുന്നു ഇത്. എന്നാൽ സിനിമ വിജയ് റിജക്ട് ചെയ്തതോടെ സിനിമ വിശാലിലേക്ക് എത്തി. ഈ സിനിമ എന്നാൽ ബോക്സ് ഓഫീസിൽ ഒരു ഫ്ലോപ്പ് ആയാണ് മാറിയത്. ഫ്ലോപ്പ് അല്ല, ശരിക്കും പറഞ്ഞാൽ വിശാലിന്റെ കരിയറിലെ വലിയൊരു ഡിസാസ്റ്റർ ആയിരുന്നു ഈ സിനിമ. പിന്നീട് 2021 റിലീസായ ആദ്യ സിനിമ ചക്ര എന്ന സിനിമയായിരുന്നു. ഈ സിനിമ ശരിക്കും ഇരുമ്പുതിര എന്ന വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയ വിശാൽ അർജുൻ ഗോപാൽ വന്ന സിനിമയുടെ ഒരു സ്റ്റാൻഡേർഡ് സീക്വലായിരുന്നു. ശരിക്കും അതേ തീമും അതേ എൻഡിങ്ങും ഒക്കെ ആയിരുന്നു ഈ സിനിമയിലും ഉണ്ടായിരുന്നത്. ഈ സിനിമ ബോക്സ് ഓഫീസിൽ വലിയൊരു വിജയമാക്കാൻ വിശാലിനെ കൊണ്ട് സാധിച്ചില്ല. വിശാൽ, റെജീന കാസൻഡ്ര എന്നിവരായിരുന്നു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ. പിന്നീട് അതേ വർഷത്തിൽ റിലീസായ എനിമി എന്ന സിനിമയും ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പായി മാറി. വിശാലും ആര്യയും പ്രധാന കഥാപാത്രമായി എത്തുന്നത് കൊണ്ട് സിനിമയ്ക്ക് അത്യാവശ്യം നല്ലൊരു ഹൈപ്പും ഉണ്ടായിരുന്നു. എന്നാൽ സിനിമ ബോക്സ് ഓഫീസിൽ വൻ ഫ്ലോപ്പായി മാറി. പിന്നീട് 2022 റിലീസായ ആദ്യ സിനിമ വീരമൈ ഭാഗ്യസൂടം എന്ന സിനിമയായിരുന്നു. വിശാൽ, ഡിംപിൾ എന്നിവരായിരുന്നു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ. ആക്ഷനും പ്രാധാന്യം നൽകിയെടുത്ത ഈ സിനിമയും ബോക്സ് ഓഫീസിൽ ഒരു വലിയ ഫ്ലോപ്പായാണ് മാറിയത്. പിന്നീട് അതേ വർഷം തന്നെ റിലീസായ ലാത്തി എന്ന സിനിമയും ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പായി മാറി. ലാത്തി എന്ന സിനിമയുടെ ശരിക്കും പറഞ്ഞാൽ ക്ലൈമാക്സിലുള്ള ഒരുപാട് സീനുകളെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്ന ഒന്നായിരുന്നു. ഈ സിനിമയ്ക്ക് വേണ്ടി വിശാൽ ചെയ്ത ഫൈറ്റ് സീൻ എല്ലാം നല്ല അപ്രിസിയേഷൻ കിട്ടി. എന്നാൽ സിനിമ ബോക്സ് ഓഫീസിൽ വൻ ഫ്ലോപ്പായാണ് മാറിയത്. പിന്നീട് 2023 റിലീസായ മാർക്ക് ആന്റണി എന്ന സിനിമ. ശരിക്കും പറഞ്ഞാൽ വിശാലിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച വിജയമായി മാറിയ മാർക്ക് ആന്റണി എന്ന സിനിമ 2023 റിലീസായത്. எதிரி நினைச்ச இவன் எனக்கு நண்பனாயிட்டான். உயிர் நண்பன் நினைச்ச நீ இப்போ துரோகி ஏற்றியடா. വിശാൽ, എസ്.ജെ. സൂര്യ, സുനിൽ തുടങ്ങിയവർ പ്രധാന കഥാപാത്രമായി എത്തി. ആദിക് രവിചന്ദ്രനാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. எனக்கு கொன்றாதடா. டேய் கொல்றதுன்னு முடிவாயிடுச்சுல, சீக்கிரம் கொல்றா. വിശാൽ ഈ സിനിമയിൽ ശരിക്കും എസ്.ജെ. സൂര്യക്കൊപ്പം സൈഡായി പോകുമെന്ന് വരെ നമ്മൾ കരുതിയിരുന്നു. എന്നാൽ വിശാൽ ഈ സിനിമയിൽ എസ്.ജെ. സൂര്യക്കൊപ്പം കട്ടയ്ക്കായിരുന്നു നിന്നത്. ഈ സിനിമയിലെ മാർക്ക് ആന്റണി എന്നീ ഡബിൾ റോൾ വന്ന വിശാല് ശരിക്കും നമ്മൾ ഞെട്ടിച്ചു കളഞ്ഞു. പിന്നീട് 2024 ഹരി സംവിധാനിത രത്നം എന്ന സിനിമ റിലീസായി. ഈ സിനിമ ശരിക്കും പറഞ്ഞാൽ താമരഭരണിക്ക് ശേഷമുള്ള മൂന്നാമത്തെ കൊളാബറേഷൻ ആയിരുന്നു ഹരിയും വിശാലും ചേർന്നു. എന്നാൽ ഈ സിനിമ ബോക്സ് ഓഫീസിൽ യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല വലിയ ട്രോൾ മെറ്റീരിയലായി മാറുകയും ചെയ്തു. പിന്നീട് 2025 അതായത് ഇപ്പോൾ റിലീസായ മദഗജ രാജ റിലീസായി. ശരിക്കും ഈ സിനിമ 12 വർഷങ്ങൾക്ക് ശേഷമാണ് റിലീസാകുന്നത്. 2012 പൊങ്കലിനായിരുന്നു ഈ സിനിമ റിലീസിന് വെക്കാനിരുന്നത്. എന്നാൽ പിന്നീടുണ്ടായ ഡിസ്ട്രിബ്യൂഷൻ ഇഷ്യൂകളൊക്കെ കാരണം സിനിമ നീണ്ടുപോവുകയായിരുന്നു. ഈ സിനിമ ബോക്സ് ഓഫീസിൽ എന്തായി തീരുമെന്ന് ഇനി വരും ദിവസങ്ങളിൽ അറിയാം. സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം അത് നിങ്ങൾ തന്നെ പറയുക. വിശാലിന്റെ കരിയറിന്റെ ഒരു ഡീറ്റെയിൽ ആയ ഫിലിമോഗ്രഫിയെ കുറിച്ചുള്ള അനലൈസ് ആണ് ഇന്ന് ഈ വീഡിയോ നമ്മൾ സംസാരിച്ചത്. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് സിനിമ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഈ പേജ് ചാനൽ ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അതുവരെയും ബൈ.